കർത്താവിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാത സമയത്ത് കർത്താവിൻ്റെ വചനവുമായി അല്പസമയം ദൈവജനത്തോട് കൂട്ടായ്മ ആചരിപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല സന്ദർഭത്തെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വേദഭാഗം, അവിടെ ശ്രദ്ധേയമായി കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ. ശുശ്രൂഷകന്മാർ ഗൃഹവിചാരകന്മാരാണെന്നും ആ ഗൃഹവിചാരകന്മാർ എന്നുള്ളത് പൗലോസ് ഉദ്ദേശിക്കുന്നത് ദൈവിക മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരായിരിക്കണം, അല്ലെങ്കിൽ ദൈവിക മർമ്മങ്ങളുടെ കസ്റ്റോഡിയൻ, ദൈവിക മർമ്മങ്ങളെ കാത്തുസൂക്ഷിക്കേണ്ടവൻ, ദൈവിക മർമ്മങ്ങളെ ജാഗ്രതയോടെ പരിപാലിക്കേണ്ടവൻ എന്ന അർത്ഥത്തിലാണ് പൗലോസ് ആ വാക്കുകൾ, ആ വാചകങ്ങൾ ദൈവാത്മാവിൽ അവിടെ കുറിച്ചിടുന്നത്. ആകയാൽ അതിലേക്ക് ദൈവിക മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാർ, അവരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തത മാത്രമാണ് എന്ന അർത്ഥശങ്കയ്ക്ക് വകയില്ലാതെ നിസ്സംശയം പൗലോസ് അടിയുറച്ച് കോൺക്രീറ്റ് പോലെ ഉറപ്പിച്ചു പറയുന്ന വസ്തുതയാണ് ശുശ്രൂഷകന്മാർ ദൈവിക മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരാണ് എന്നുള്ളത്. ഈ ദൈവിക മർമ്മങ്ങൾ ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ദൈവം നിക്ഷേപിക്കുന്നത്? നാം തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷതകളെ നാം കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രത്യക്ഷതകളെ കാണുവാൻ കഴിയുന്നുണ്ട്. ദ മാനിഫെസ്റ്റിംഗ് പ്രസൻസ് ഓഫ് ഗാഡ്. ആദ്യമായി ഞാൻ പറഞ്ഞത് ദ ഓംനി പ്രസൻസ് ഓഫ് ഗാഡ്. രണ്ടാമതായി ഞാൻ ഉദ്ധരിക്കുന്നത് ദ മാനിഫെസ്റ്റിംഗ് പ്രസൻസ് ഓഫ് ഗാഡ്. മൂന്നാമതായിട്ട് ഇൻഡോളിംഗ് പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവം നമ്മളിൽ വസിക്കുന്നു. എന്നാൽ ദൈവം ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിലൂടെ തൻ്റെ ജനത്തോട് ദൈവം സംസാരിക്കുന്നത് നമുക്ക് വീക്ഷിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മളിലേക്ക് ദൈവം ഇറക്കി വയ്ക്കുന്ന ദൈവിക മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരായി ദൈവം നമ്മളെ നിയമിച്ചിരിക്കുകയാണ്. ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ആദ്യമായി കാണുന്ന ഘടകം, ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ദൈവത്തിൻ്റെ ആസ്തിത്വത്തെ തെളിയിക്കുവാൻ കഴിയുന്നതും ദൈവത്തിൻ്റെ ആസ്തിത്വത്തെ നാം മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷത ഉതകുന്നു എന്നുള്ള വസ്തുതയാണ്. രണ്ടാമതായിട്ട് ആ പ്രത്യക്ഷതയിൽ ദൈവത്തിൻ്റെ ആസ്തിത്വം താൻ അറിയിക്കുമ്പോൾ തന്നെ തൻ്റെ ഹൃദയത്തിനകത്തുള്ള നിർണയങ്ങൾ, ആലോചനകൾ, പദ്ധതികൾ, പ്ലാനുകൾ, തൻ്റെ ഹിതം തൻ്റെ ജനത്തെ അറിയിക്കുന്നുണ്ട്. അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. മിക്ക ദൈവിക പുരുഷന്മാരിലും ദൈവം ആഗ്രഹിക്കുന്നത് അവരുടെ ഉള്ളിലേക്ക് തൻ്റെ ഹിതത്തെ ഇറക്കി വെച്ച് ആ മനുഷ്യനെ തൻ്റെ ഹിതപ്രകാരം തൻ്റെ ഉദ്ദേശം നിവർത്തിക്കുന്നതിന് വേണ്ടി ചലിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. മോശയിൽ ദൈവം ന്യായപ്രമാണം ആകുന്ന ദൈവിക നിക്ഷേപം ഇറക്കി വെച്ചു. ജനത്തെ ആ ദിശയിൽ ചലിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആത്മനിറവോടെ മോശ ഉപയോഗിക്കുന്നു. ബാബേലിൽ അടിമനുഖത്തിൽ കിടക്കുന്ന ദാനിയേൽ പ്രാർത്ഥനാമുറിയിൽ ദൈവത്തിൻ്റെ നിർണയങ്ങൾ അവൻ്റെ മേൽ ഇറങ്ങി വരികയും, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ദൈവത്തിൻ്റെ ഹൃദയം ഇറക്കി വയ്ക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന ഭക്തന്മാരുണ്ട്.
ബാബേലിൽ ദൈവീക നിർണയങ്ങൾ, ദൈവീക പദ്ധതികൾ, കാര്യങ്ങളുടെ സമാപ്തി ഇങ്ങനെയാകുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ദൈവീക മർമ്മങ്ങളുടെ വിശുദ്ധമായ രൂപം ദൈവം ഇറക്കി വയ്ക്കുവാൻ ആഗ്രഹിച്ചത് തൻ്റെ പ്രിയ പുരുഷനായ ദാനിയേലിലാണ്. ഈ നൂറ്റാണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ദൈവപുരുഷന്മാരുടെ അഭാവമുണ്ടോ എന്നുള്ളത്. ഒരു കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദൈവപുരുഷന്മാരുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന, ദൈവത്തിൻ്റെ പദ്ധതികൾ ഇൻസ്റ്റാൾ ചെയ്യുവാൻ കഴിയുന്ന വിശുദ്ധ ഗണമുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ അതിന് അഭാവമുണ്ടോ എന്ന് വിലയിരുത്തുവാൻ ഞാനൊരു അവസരം നമുക്ക് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കുവാൻ കഴിവുള്ളൊരു പാത്രമായിട്ടാണോ ഞാൻ ആയിരിക്കുന്നത്? സ്തോത്രം. അതെ, ഈ വിശുദ്ധന്മാരിൽ ദൈവം തൻ്റെ നിർണയങ്ങൾ ഇറക്കി വയ്ക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, തീച്ചൂളയ്ക്ക് സമാനമാകുന്ന അനുഭവങ്ങൾ കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ മേൽ ഇറങ്ങി വരുന്നത് ദൈവീക നിക്ഷേപങ്ങളാണ്. ഏദൻ പൂങ്കാവനത്തിൽ ദൈവത്തിൻ്റെ നിക്ഷേപം ആദാമിൽ ഇറക്കി വയ്ക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കി മോശയുടെ അനുഭവത്തിലേക്ക് വരുമ്പോഴും അതിനു മുന്നേ അബ്രഹാമിൻ്റെ അനുഭവങ്ങളിലേക്ക് വരുമ്പോഴൊക്കെ ദൈവം ഇറക്കി വയ്ക്കുന്ന നിക്ഷേപങ്ങൾ അവർ പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവം തൻ്റെ നിർണയങ്ങൾ ഇറക്കി വയ്ക്കുന്നത്. ഒന്നൊന്നായി പറയുവാൻ ആഗ്രഹിച്ചാൽ, അബ്രഹാമിലേക്ക് വന്നാൽ ഒരു വലിയ പ്രതികൂലത്തിന് സാഹചര്യം താൻ അനുഭവിക്കുകയാണ്. നിമ്രോദിൽ കൂടെയുള്ള പ്രതികൂല സാഹചര്യം. അവിടെ താൻ ഇറക്കി വെച്ച ദൈവിക നിർണയം, ദൈവിക പദ്ധതി, താൻ തിരഞ്ഞെടുത്ത, താൻ മനസ്സിലാക്കിയതുമായ ദൈവിക പദ്ധതി എന്നുള്ളത് ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് താൻ മനസ്സിലാക്കുകയാണ്. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനപരമായ നഗരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തൻ്റെ ഹൃദയാന്തർഭാഗത്ത് ദൈവം നിക്ഷേപിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. കാലാന്തരത്തിൽ മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ, മോശയിലേക്ക് വരുമ്പോൾ, ദൈവം തൻ്റെ കൈകൊണ്ട് എഴുതിയ കൽപ്പനകൾ കയ്യിൽ കൊടുക്കുമ്പോൾ തന്നെ ന്യായപ്രമാണത്തിൻ്റെ ഇതര ഭാഗങ്ങൾ തൻ്റെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ ദൈവം എഴുതി ന്യായപ്രമാണ ഗ്രന്ഥങ്ങളിലേക്ക് പകർത്തി വയ്ക്കുവാൻ ദൈവം ഉപയോഗിച്ചെടുക്കുകയാണ് മോശ. അത് കഴിഞ്ഞ് അനേക ഭക്തന്മാർ ഓൾഡ് ടെസ്റ്റ്മെന്റിലുണ്ട്. അതിൽ അഗ്രഗണ്യനാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ച ദാനിയേൽ എന്ന് പറയുന്ന പ്രിയ പുരുഷൻ. തൻ്റെ മേൽ ദൈവം സമ്പൂർണമായ ഈ കാലഘട്ടത്തിൻ്റെ, അല്ലെങ്കിൽ ആദാമ്യ കാലഘട്ടത്തിൻ്റെ നിർണയങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ രൂപം ദാനിയേലിന് ദൈവം പകർന്നു കൊടുക്കുവാനായിട്ടിടയായി. അത് കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ നിർണയങ്ങൾ നമ്മളെ അറിയിച്ച വ്യക്തിത്വമാണ്. അത് കഴിഞ്ഞ് പൗലോസിലേക്കും പത്രോസിലേക്കും യോഹന്നാനിലേക്കൊക്കെ വരുമ്പോൾ കാണുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ നിക്ഷേപങ്ങൾ അവരുടെ മേൽ ഇറക്കി വെച്ചു ദൈവം. മറുരൂപ മലയുടെ മുകളിൽ പോയി ക്രൂശീകരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പത്രോസ് ഹൃദയത്തിനകത്തേക്ക് ദൈവം ഇറക്കി വയ്ക്കുകയാണ്. പത്മോസിൽ കടക്കുന്ന യോഹന്നാൻ്റെ മേലും കാരാഗ്രഹത്തിലായിരിക്കുന്ന പൗലോസിൻ്റെ മേലും ദൈവം തൻ്റെ നിക്ഷേപങ്ങൾ ഇറക്കി വയ്ക്കുവാനായിട്ടിടയായിത്തീർന്നു. അതിൽ അഗ്രഗണ്യനാണല്ലോ അപ്പോസ്തലനായ പൗലോസ്, അല്ലേ? ക്രിസ്തീയ ദൈവശാസ്ത്രത്തെ അതിൻ്റെ പരിപൂർണതയിലെത്തുവാൻ വേണ്ടി, എത്തിക്കുവാൻ വേണ്ടി അധ്വാനിച്ചവനാണ് അപ്പോസ്തലനായ പൗലോസ്. എസ്കറ്റോളജി, അന്ത്യകാല വിഷയത്തെക്കുറിച്ചുള്ള ആഴമേറിയ ഗഹനമായ വെളിപ്പാടുകൾ തനിക്ക് ലഭിക്കാനായിട്ടിടയായിത്തീർന്നിട്ടുണ്ട്. അങ്ങനെ പറയുന്നു, രാജ്യം പിതാവിനെ ഏൽപ്പിക്കുന്ന ആ സമയം വരെ, ആ കാലം വരെയുള്ള നിർണയങ്ങൾ ദൈവം ഈ പൗലോസിൽ ഇറക്കി വയ്ക്കുവാനായിട്ടിടയായി. നാം ഇതെല്ലാം ഒരുമിച്ച് പഠിക്കുമ്പോൾ അവരൊക്കെ പ്രതികൂല സാഹചര്യം അനുഭവിച്ചപ്പോഴാണ് ഈ നിർണയങ്ങൾ അവരുടെ മേൽ ഇറങ്ങി വരുന്നത്. നാം ഒന്നുകൂടി ഞാൻ എടുത്തു പറയട്ടെ, നമ്മൾ ആദാമിലേക്ക് വരികയാണെങ്കിൽ, ആദാമിൽ ദൈവം തൻ്റെ സ്വരൂപവും സാദൃശ്യവും ഇറക്കി വയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അതിൽ നിന്ന് ആ സ്വരൂപവും സാദൃശ്യവും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെന്നും
ദൈവം ആഗ്രഹിച്ചു. പക്ഷേ അതിലൊക്കെ അവൻ പരാജയപ്പെട്ടു. തുടർന്ന് ഞാൻ നേരത്തെ ഉദ്ധരിച്ച അനേക വിശുദ്ധന്മാരുടെ മേൽ ദൈവം തൻ്റെ നിർണയങ്ങൾ ഇറക്കി വെച്ചു. ഈ പകൽക്കാല ഞാൻ ആത്മാവിൽ പറയട്ടെ, പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത് ഒരു മർമ്മത്തെക്കുറിച്ചാണ്. നാം വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ അനേകം മർമ്മങ്ങളെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വേഗത്തിൽ പേരുകൾ മാത്രം പറഞ്ഞു വിടുവാൻ ഞാൻ കർത്താവിൽ ശ്രമപ്പെടുകയാണ്. ടോപ്പിക്കുകൾ മാത്രം. ഒന്ന്, ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം നാം മനസ്സിലാക്കണം. രണ്ടാമതായി, എന്താണ് ക്രിസ്തീയ ജീവിതം? ക്രിസ്തീയ ജീവിതവും ഒരു മർമ്മമായി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട്, സഭ ഒരു ദൈവരാജ്യമായി സഭ ഒരു മർമ്മമായി പൗലോസിന് വെളിപ്പെടുകയാണ്. നാലാമതായിട്ട്, ദൈവരാജ്യം ഒരു മർമ്മമായിട്ട്. സ്തോത്രം. യേശു കർത്താവ് വരമായി അല്ലെങ്കിൽ വരം കൊടുത്തിരിക്കുന്ന ദൈവരാജ്യത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊരു മർമ്മമായിട്ടാണ് യേശു കർത്താവ് അത് പഠിപ്പിക്കുന്നത്. തുടർന്ന് മഹത്വീകരണം അല്ലെങ്കിൽ പ്രത്യാശ, നിത്യതയെക്കുറിച്ചുള്ള മാർമിക വിഷയങ്ങൾ. ഇവിടെ പൗലോസ് ഉദ്ധരിക്കുന്നത് ആ നിത്യതയെക്കുറിച്ചുള്ള മാർമികമായ അനുഭവങ്ങളെയാണ് രണ്ടാമത്തെ ആയത്തിൽ മർമ്മമായിട്ട് അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നത്. അത് കഴിഞ്ഞ് വിവാഹം, സാത്താൻ. ഒന്നുകൂടി ഞാൻ പറയുന്നു, ക്രിസ്തീയ ജീവിതം, സഭ, ദൈവരാജ്യം, മഹത്വീകരണം അല്ലെങ്കിൽ പ്രത്യാശ, ക്രിസ്തീയ വിവാഹം, അതിനുശേഷം സാത്താനെയും മർമ്മമായിട്ട് വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉദ്ധരിക്കുമ്പോൾ പൗലോസ് പറയുന്നത് ലോകാരംഭങ്ങൾക്ക് മുൻപ് നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച് ദൈവം മുൻനിർണയിച്ചു. ആ മർമ്മം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അനേക മർമ്മങ്ങൾ ദൈവം നമ്മുടെ ഹൃദയത്തിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും കളങ്കപ്പെടുത്തുവാൻ, മായം കലർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തനതായ രീതിയിൽ തന്നെ പങ്കുവെക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആദാമിൻ്റെ മേൽ ദൈവം ഇറക്കി വെച്ച തൻ്റെ സ്വരൂപവും സാദൃശ്യവും തലമുറകളിൽ കൈമാറ്റം ചെയ്യുവാൻ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവിക നിർണയങ്ങൾ ദൈവം പുത്രന് കൊടുത്ത്, പുത്രൻ അത് ദൂതന് കൊടുത്ത്, ദൂതൻ അത് യോഹന്നാന് കൊടുത്ത്, യോഹന്നാൻ സഭയ്ക്ക് കൊടുത്ത് ആ ദൈവിക നിർണയങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ, വ്യാപാരം ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആ മർമ്മങ്ങൾ നമ്മുടെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. അത് വ്യാപാരം ചെയ്യുവാൻ, വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ സുവിശേഷ യോഗങ്ങളിൽ, നമ്മുടെ സഭാരാധനകളിൽ, നമ്മുടെ കൂട്ടായ്മകളിലെല്ലാം തന്നെ ദൈവിക മർമ്മങ്ങൾ, ദൈവഹിതം, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ വിളംബരം ചെയ്യുന്ന കൂട്ടമായി ഇടമായി മാറട്ടെ നമ്മുടെ ആരാധന ഇടങ്ങളൊക്കെ. പൗലോസ് പറയുന്നുണ്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയെ മർമ്മമായി പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ദൂതന്മാർക്ക് പോലും വെളിപ്പെടാത്ത, സ്വർഗീയ അധികാരങ്ങൾക്ക് പോലും വെളിപ്പെടുവാൻ കഴിയാത്ത, മനസ്സിലാക്കുവാൻ കഴിയാത്ത വെളിപ്പാട് ദൈവം സഭയിൽ വെച്ചിരിക്കുകയാണ്. ഈ സഭയാണ് ഈ വെളിപ്പാട് ദേശത്തെ അറിയിക്കേണ്ടത്. ഇവിടെ പൗലോസ് പറയുന്നു, ആ വെളിപ്പാടുകളുടെ, ആ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരായി ദൈവം നമ്മളെ കണ്ടിരിക്കുമ്പോൾ ആ ദൗത്യത്തിലേക്ക് ശക്തമായി മുന്നേറുവാൻ, അഭിഷിക്തന്മാരായി മാറുവാൻ, അഭിഷിക്തന്മാരുടെ ആ നിറവിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ പരിശുദ്ധനാകുന്ന കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവിക മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരായിട്ട്. ആ ദൈവിക മർമ്മങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുവാനുള്ള അധികാരം ഞങ്ങളുടെ മേൽ കർത്താവ് തന്ന് ശക്തീകരിക്കേണ്ടതിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.